ഉറങ്ങിത്തീർന്നിരുന്നില്ല. മാമൻ എടുത്ത് കാറിലേക്ക് കയറ്റുകയായിരുന്നു. കൂടെ മാമിയും 4 ഇത്താത്തമാരും മുമ്പേ പോകുന്നത് ഞാൻ കണ്ടു. പുറത്ത് തണുപ്പും പൊടിയും കെട്ടിപ്പിടിച്ച് നടക്കുകയായിരുന്നു. ഞാൻ ഉമ്മച്ചിയെയും അനിയനെയും നോക്കി. അവർ വേഗത്തിലെത്താൻ നേരത്തെ ഇറങ്ങിയെന്ന് മാമി പറഞ്ഞു. കൊണ്ടുപോകുന്നതിനിടെ മാമൻ്റെ കണ്ണിൽ എന്തോ ഒരു പൊടി പോയി. മാമൻ എന്നെ നിലത്ത് വെച്ചു. അപ്പോഴാണ് കുറേ ഉറങ്ങിപ്പോയെന്നും എങ്ങോട്ടോ എന്നെയും കൊണ്ട് പോവുകയാണെന്നും ശരിക്കും എനിക്ക് മനസ്സിലായത്. ഇങ്ങനെയൊരു യാത്രയെക്കുറിച്ച് ഉമ്മച്ചിയോ മാമനോ സത്യമായും ഇന്നലെ പറഞ്ഞിരുന്നില്ല. അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഉണരാമായിരുന്നു. ഉപ്പച്ചി വാങ്ങിത്തന്ന പാവക്കുട്ടിയെയും അത് സൂക്ഷിച്ചു വെക്കുന്ന പൂമ്പാറ്റ ബാഗും കയ്യിലെടുക്കാമായിരുന്നു. കാറ് ചുറ്റോട് ചുറ്റി കണ്ണുരുട്ടി നോക്കുന്നുണ്ടായിരുന്നു. ഒരു കറുത്ത പൂച്ചക്കുട്ടിയാണ് മാമൻ്റെ കാറ്. എപ്പോഴും ഒരു ചിണുങ്ങൽ അതിനുണ്ട്. എല്ലാവരും കൂടി കയറിയിരുന്നാൽ അതിൻ്റെ വയറ് വീർത്ത് വരും. ഒരു പക്ഷേ അതാവും ഉമ്മച്ചിയും അനിയനും ആദ്യമേ നടന്നുപോയത്. അങ്ങനെയൊരു പൂച്ചക്കുട്ടി ഞങ്ങളെ വീട്ടിലുമുണ്ടായിരുന്നു. അതിൻ്റെ കണ്ണെപ്പോഴും ഒലിച്ചുകൊണ്ടിരിക്കും. അത് കാണുമ്പോൾ കരയുകയാണെന്ന് എനിക്ക് തോന്നും. ഉമ്മച്ചി പറയും, ചിലപ്പം വിശന്നിട്ടാവും. ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് തിന്ന് ജീവിക്കുന്ന ഒരു കുഞ്ഞൻ മീനിനെ ഞാനെടുത്ത് അതിൻ്റെ മുമ്പിലിട്ട് കൊടുക്കും. മിയാവൂ, പൂച്ച മിണ്ടും. എല്ലാ സങ്കടവും അത് ആ വാക്കിലൊതുക്കും. തിന്നോ, ഇനി കരയണ്ട, അത് വാലാട്ടും. നോക്കിക്കോ, അതിൻ്റെ സങ്കടം ഇപ്പം തീരും. ഉമ്മച്ചി അടുക്കളയിലേക്ക് തിരിയും. തണുത്ത വെയിലിന് തിരക്ക് കൂടുന്നുണ്ട്. മാമന് വിരലുകൊണ്ട് കണ്ണിൽ തങ്ങിയ പൊടിയെടുത്ത് വീണ്ടും എന്നെ എടുത്തു പൊന്തിച്ച് നടന്നു. 2-3 കെട്ടിടങ്ങൾക്കിടയിലൂടെ വേണം മുന്നോട്ട് പോവാൻ. എല്ലാ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ആരോ വലിയ തുളകൾ ഇട്ട് വെച്ചിരിക്കുന്നു. ചില ചുമരുകൾ ഇപ്പം മറിഞ്ഞു വീഴുമെന്ന മട്ടിൽ നോക്കി ചിരിക്കുന്നുണ്ട്. കമ്പികളും വയറുകളും പല വഴിക്കായി കിടക്കുന്നു. ചില പൊട്ടിപ്പൊളിഞ്ഞ വീട്ടുസാധനങ്ങൾ എനിക്ക് കാണാം. ആരുടെയും ഒച്ചയും അനക്കവുമില്ലാതെ രാത്രികളിൽ എങ്ങനെയാവും ഈ വീടുകൾ ഉറങ്ങുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നി. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവില്ലേ? ചിലപ്പോൾ രാത്രിയാവുമ്പോൾ ആകാശം നോക്കി കിടക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും അവിടങ്ങളിൽ വരുമായിരിക്കും. പാതിയമർന്നിരിക്കുന്ന ഏതോ ഒരു കല്ലിൽ ചവിട്ടി മാമൻ അല്പം വീഴാൻ പോയി. ഞാൻ ഒന്ന് പേടിച്ചു. മാമൻ എന്നെ എടുത്ത് ചെറുതായി ആകാശത്തിലേക്കെറിഞ്ഞ് വീണ്ടും എന്നെ മുറുകെ പിടിച്ചു. മാമൻ്റെ വിരലുകൾക്ക് ചെറിയ വിറയുണ്ടായിരുന്നു. ഞാൻ മുഖത്തേക്ക് നോക്കിയപ്പോൾ മാമൻ ചിരിച്ചു. മാമൻ്റെ ചുന്ദരിക്ക് ഉപ്പച്ചിനെ കാണണ്ടേ? ഞാൻ തലയാട്ടി. മാമൻ എന്നെ വലിയ ഇഷ്ടമാണ്. ഇഷ്ടം കൂടിക്കൂടി ഉപ്പച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് എന്നെ കടം വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. ഉപ്പച്ചിക്ക് കുറേ സ്വർണവും പണവുമൊക്കെ കൊടുക്കണമത്രേ. എത്ര പണം കൊടുക്കണമെന്ന് ഞാൻ ചോദിച്ചു. മാമൻ ചിരിക്കുക മാത്രം ചെയ്തു. വാതിൽ തുറന്ന് കാറിനകത്തേക്ക് എന്നെ വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, മാമ, എൻ്റെ ചെറിയ പുസ്തകം എടുത്തു തരുമോ? പെട്ടെന്നായിരുന്നു ആ പുസ്തകം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. പിങ്ക് നിറത്തിലുള്ള പൂമ്പാറ്റ ബാഗിൽ തന്നെയായിരുന്നു അത് സൂക്ഷിച്ചിരുന്നത്. വരയ്ക്കാനുള്ള കളറുകളും പെൻസിലുകളും അതിൻ്റെ ഒരറയിൽ വെച്ചിട്ടുണ്ട്. അത് കേട്ടതും മാമൻ ഒന്നെന്നെ നോക്കി. എല്ലാ പൂക്കളുടെയും പഴങ്ങളുടെയും ചിത്രങ്ങളുള്ള ചിത്രപുസ്തകമായിരുന്നു അത്. അത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ ചേർക്കുമെന്നാണ് ഉപ്പച്ചി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വീടുകൾ മാറുമ്പോഴും ആ പുസ്തകം എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. വാ, ഇവിടെ എങ്ങിയിരി, പുസ്തകമൊക്കെ പിന്നെ. മാമി എന്നെ ഒരു വശത്തേക്ക് കൂട്ടിപ്പിടിച്ചു. മാമി ദേഷ്യക്കാരിയാണ്. ഒന്ന് നോക്കിയാൽ തന്നെ ഞാൻ പേടിച്ച് കരഞ്ഞു പോകും. മാമിക്ക് വലിയ കണ്ണുകളുണ്ട്. അത് പലപ്പോഴും പുറത്തേക്ക് തള്ളി നിൽക്കും. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലായിരിക്കും നല്ല ചീത്ത. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണ് കരക്കും. അപ്പോഴേക്ക് കരഞ്ഞത് മതിയെന്ന് പറഞ്ഞ് ഇത്താത്തമാർ വട്ടം കൂടും. മാമൻ എന്നെ സന്തോഷിപ്പിക്കാനായി ഒരു മാജിക്കുമായി പ്രത്യക്ഷപ്പെടും. തുറന്നു വെച്ച കയ്യിലെ നാണയം പൊടുന്നനെ കാണാതാവുന്നതായിരിക്കും. അതുമല്ലെങ്കിൽ വായിൽ നിന്ന് ഇത്താത്തയുടെ ചുവപ്പൻ കർച്ചീഫ് പുറത്തെടുക്കുന്നതായിരിക്കും. എന്തുതന്നെയായാലും ഞാൻ കരച്ചിൽ നിർത്തും. ഇത്തവണ പക്ഷേ മാമി എന്നോടധികം ദേഷ്യപ്പെട്ടതേയില്ല. എപ്പോഴും മാമി എന്തൊക്കെയോ ആലോചിച്ച് വരിയിരിപ്പാണ്. ചിലപ്പോൾ ഉമ്മച്ചി വന്ന് തട്ടുമ്പോഴായിരിക്കും മാമി അറിയുക തന്നെ. മാമിയുടെ മുഖത്ത് എപ്പോഴും ഇരുട്ട് കൂടുവെക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു ദിവസം ചപ്പാത്തി പരത്തുന്നതിനിടയിൽ ഞാനത് മാമനോട് പറഞ്ഞിരുന്നു. ആരോടും പറയണ്ട. ഒരു രാത്രിയെ ബക്കറ്റിലിട്ട് കലക്കി മാമിയുടെ മുഖത്ത് പെയിൻ്റടിച്ചതാ. മാമൻ ചിരിച്ചു. ചിരി നിർത്താനാവാതെ ഞാൻ വായ പൊത്തി. സത്യം മൂത്ത ഇത്താത്തയായ ലയാനിത്താത്തയാണ് എന്നോട് പറയുന്നത്. മാമിയുടെ പൊന്നാര അടുക്കള ഏതോ ജിന്ന് മോഷ്ടിച്ചിരിക്കുന്നു. അടുപ്പും പാത്രങ്ങളും ഒന്നും കാണാനില്ല. സൂപ്പുണ്ടാക്കുന്ന പാനിയുടെയും മധുരം സൂക്ഷിക്കുന്ന ഉറിയുടെയും പൊടി പോലുമില്ല. അതിൻ്റെ സങ്കടത്തിലാണ്. ആണോ? ഞാൻ ചോദിച്ചു. അതെ. അതുകൊണ്ടിപ്പം നിൻ്റെ മാമി ആരെയും ഞങ്ങളെപ്പോലും വഴക്കു പറയലില്ല. വഴക്ക് പറയാത്തത് നല്ല കാര്യമാണ്. പക്ഷേ മാമിയുടെ ഇരിപ്പം കാണുമ്പം എനിക്കൊരു കഴുതയെ ഓർമ്മ വന്നു. സമീർ മാമൻ്റെ വീടിൻ്റെ മുമ്പിലാണതിനെ കാണാറുള്ളത്. ഏത് സമയവും അതിനെ ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കും. അതിൻ്റെ ഒരു കണ്ണിന് പഴുപ്പായിരുന്നു. അതുകൊണ്ട് അതിനെ നോക്കാതെ നടക്കണമെന്ന് സമീർ മാമൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാറിലിരുന്ന് ഞാൻ മാമിയുടെ മുഖത്തേക്ക് നോക്കി. മാമി 3 ഭാഗത്തേക്കും മാറി മാറി തലയിളക്കിക്കൊണ്ടിരിക്കുന്നു. കീറിപ്പറഞ്ഞ ഉടുപ്പുകളുള്ള ഒരു വെയിൽക്കുട്ടി വീടുകൾക്കപ്പുറത്ത് നിന്ന് കാറുന്നുണ്ട്. നോക്കിയാൽ കാണുന്ന ചില പൊളിഞ്ഞ വീടുകളിൽ തണുപ്പ് കൂട്ടം കൂടി നിൽക്കുന്നുമുണ്ട്. എന്തോ ഒന്ന് ഉരുളുന്നതിൻ്റെ ചെറിയ അനക്കം ഞാനും കേട്ടു. വീടുകൾ ഉരുണ്ടുമറിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ നഴ്സറി ടീച്ചർ പറയുന്നത് ഞാൻ ഓർത്തു.
എന്തെങ്കിലും പ്രകൃതി കാണിച്ചു കാണും. പൊടുന്നനെ എന്തെന്നില്ലാത്ത ഒരു മുരൾച്ച വീടുകളുടെ വലിയ തുളകൾക്കിടയിലൂടെ ചിറകടിച്ച് പറക്കുന്നത് ഞാൻ കണ്ടു. അതൊരു പക്ഷിയായിരുന്നോ അതോ ഒരൊച്ച മാത്രമോ? ആ ഒച്ചയ്ക്ക് ഒരു പക്ഷിയുടെ ചിറകിലേക്കാൾ വലിയ കൊക്കുള്ളതുപോലെ എനിക്ക് തോന്നി. അടുത്ത നിമിഷം മാമി പതിയെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. മുന്നിലിരുന്ന മൂത്ത ഇത്താത്തയെ പുറകിലാക്കി. കാറു മറിഞ്ഞു വീണ ചെറിയ കല്ലുകൾക്കിടയിലൂടെ പതിയെ നീങ്ങി. മാമി പുറകിലേക്ക് നോക്കി പറഞ്ഞു, നിവർന്നിരിക്കല്ല, കുനിഞ്ഞിരിക്ക്. ഞങ്ങൾ 5 പേരും തല കുമ്പിട്ടിരുന്നു.